ഓക്കെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച പാട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഡെസ്ക്ടോപ്പിൽ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ തരാം. അപ്പോൾ ആ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുന്നു. രണ്ടാമത് ഫോണിൽ ആ ടെക്നിക്ക് എങ്ങനെയാണ് നമ്മൾ ഫോണിൽ ഒരു പാട്ട് എങ്ങനെ പഠിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമത് ഈ ആഴ്ച ആദ്യമായിട്ട് വോക്കൽ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ, പുതിയ മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം, അത് കേൾക്കാം, അതിന് ഞാൻ ആൻസർ ചെയ്യാം. അഞ്ചാമതായി നമ്മുടെ വോക്കൽ കെയർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം, അതിന് വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലുള്ള 1 മന്ത് ട്രെയിനിങ്ങിൻ്റെ ഓഫർ, ഇത്രയും കാര്യങ്ങളുമാണ് നിങ്ങളോട് ഇന്ന് പങ്കിടാനായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് നിങ്ങളത് ട്രൈ ചെയ്തോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞിരുന്നു അതെനിക്ക് സെർച്ച് ചെയ്യാൻ വരണില്ലല്ലോ. ലൂപ്പറുടെ വീഡിയോ എന്തായാലും ഒന്നുകൂടെ അതിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ റെക്കോർഡഡ് വീഡിയോ തന്നാൽ പറ്റുമോ, കാണാനായിട്ട് പറ്റുമോ? ഞാൻ അതൊന്നുകൂടി കണ്ടായിരുന്നു, പക്ഷെ അതിലും എന്റെ സംശയം ക്ലിയർ ആവണ കാര്യമില്ല. അതെങ്ങനെയാ ഇൻസ്റ്റാൾ ചെയ്യണെന്നുള്ളതാണ്. ഓക്കെ. എക്സ്റ്റൻഷൻ മറ്റേ എക്സ്റ്റൻഷനൊക്കെ എടുത്ത് നോക്കി ഞാൻ. മാനേജ് എക്സ്റ്റൻഷനൊക്കെ എടുത്ത് നോക്കി, എന്നിട്ടൊന്നും പറ്റിയില്ല. ഇപ്പൊ യൂട്യൂബ് ഞാനിതൊന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ഹലോ. ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ലൂപ്പർ ഫോർ യൂട്യൂബ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണോ? സെർച്ച് ചെയ്യുമ്പോ അവിടെ ലൂപ്പർ ഫോർ യൂട്യൂബ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അത് അങ്ങോട്ട് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്യാൻ സെർച്ച് ചെയ്യാൻ പറ്റണില്ല. സെർച്ച് ചെയ്യുമ്പോ നമുക്ക് ഇത് വരണമല്ലോ, ആൻസർ വരണമല്ലോ. അപ്പൊ ഇവിടെ അത് ക്ലിയർ ചെയ്യാനുള്ള ഇൻഡു മാർക്ക് മാത്രമേ ഉള്ളൂ, സെർച്ച് വരുന്നില്ല. എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയെങ്കിൽ. ഏത് ബട്ടൺ? എന്റർ ബട്ടൺ. ഇപ്പൊ ഞാനിവിടെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു. എന്റർ ബട്ടൺ. ഇത് ടൈപ്പ് ചെയ്തിട്ട് എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഏതാ എന്റർ ബട്ടൺ? എനിക്ക് ആ കമ്പ്യൂട്ടറിൽ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല, അറിയില്ലല്ലോ എനിക്ക് അതിന്റെ കീബോർഡ് സെറ്റിങ്സ് എങ്ങനെയാണെന്ന്. കമ്പ്യൂട്ടറിൽ എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് നമ്മൾക്ക് ടൈപ്പ് ചെയ്യേണ്ട സാധനം കൊടുത്തിട്ട് ലൂപ്പ് ഫോർ യൂട്യൂബ് എന്ന് കൊടുത്തിട്ട് എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് ചെയ്തു നോക്കുക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പോൾ? ഇല്ല, എനിക്കിപ്പോ ഇതിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ശരി, അപ്പൊ ഇനി നമുക്ക്
ഫോൺ ഉപയോഗിച്ച് ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൻ്റെ ഒരു സെക്കൻഡ് ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഫോണിൽ ഒരു പാട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ആദ്യത്തെ 2 വരി, പിന്നത്തെ 2 വരി, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പോൾ ഫോണിൽ അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്കതിനൊരു VLC മീഡിയ പ്ലെയർ വേണം. VLC മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയ പ്ലെയറാണ്. പാട്ട് കേൾക്കാനും വീഡിയോ പ്ലേ ചെയ്യാനും ഒക്കെ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ VLC മീഡിയ പ്ലെയർ വേണം. അതിനുശേഷം യൂട്യൂബിൽ നിന്നോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നോ മലയാളം സോങ് വിത്ത് ലിറിക്സ്, മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഒരു മോഡൽ കാണിക്കുന്നുവെന്നേ ഉള്ളൂ, യൂട്യൂബ് വീഡിയോ, ലിറിക്സ് ഉള്ള ഒരു യൂട്യൂബ് വീഡിയോയോ മറ്റ് പാട്ടിൻ്റെ ഒരു വീഡിയോയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് ഒരു VLC മീഡിയ പ്ലെയർ, പിന്നെ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോ നമുക്ക് വേണം. അതിനകത്ത് പാട്ടിൻ്റെ ലിറിക്സ് ഉണ്ടായിരിക്കണം. ലിറിക്സ് ഉണ്ടായിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതിനുശേഷം VLC മീഡിയ പ്ലെയർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാം. അവിടെ നമ്മൾ ഏറ്റവും താഴെയുള്ള ഈ ബ്രൗസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബ്രൗസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പാട്ട് നമുക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഈ സോങ്സ് മലയാളം എന്നുള്ളതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ആകാശമായവളെ എന്നുള്ള ആ പാട്ടാണ് അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ പാട്ട് നമ്മുടെ VLC മീഡിയ പ്ലെയറിൽ വന്നതിന് ശേഷം ഏറ്റവും താഴെ വലതുവശത്ത് ഒരു 3 ഡോട്ട് കാണാം. ഇവിടെ ഒരു 3 ഡോട്ട് നമുക്ക് കാണാം. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് കുറേ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ AB റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു അത് കാണാം. അതായത് A എന്ന് പറയുന്ന ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിന് ഇടയ്ക്കുള്ള അത്രയും ഭാഗം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ AB റിപ്പീറ്റ് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് AB റിപ്പീറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. സെറ്റ് സ്റ്റാർട്ട് പോയിന്റ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് എൻഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിൽ കാണിക്കും. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും അതിൽ തന്നെ വരും. ഞാനൊരു മോഡലൊന്ന് കാണിക്കാം എങ്ങനെ അത് ചെയ്തത്. VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുക. ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ആകാശമായവളെ. അടുത്ത 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. AB റിപ്പീറ്റ് കൊടുക്കുക. ഇവിടെ സെറ്റ് സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക. ആദ്യത്തെ 2 വരിയാണ് ഞാനിപ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ എൻഡ് പോയിന്റ് കൊടുക്കുക. അകലെ പറന്നവളെ ഇപ്പോൾ ആ വരികൾ മാത്രം റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. നീ, അറിയാതെ പോയ അകലെ പറന്നവളെ ചിറകായിരുന്ന. ഓക്കെ, അതിൻ്റെ ഐഡിയ കിട്ടിയായിരുന്നോ? കിട്ടി.
ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ചത്തെക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ഇപ്പൊ പറഞ്ഞ കാര്യത്തിനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതേ സംവിധാനം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ നോക്കിയത്. അങ്ങനെ ആ 2 വരി മാത്രം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു തന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും സാധിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് റിപ്ലൈ തരിക. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ സൂം മീറ്റിങ്ങിൽ വരുമ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾ അങ്ങനെ ഒരു പാട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പാട്ട് പഠിച്ചു പോകാതെ അതിൻ്റെ ലിറിക്സൊക്കെ മനസ്സിലാക്കി അതിനെ ബ്രേക്ക് ചെയ്ത് 2 വരിയായിട്ട് കുറച്ച് പഠിച്ച് ആ ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അതിനെ പഠിക്കാനും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ പാട്ടിൽ കൊണ്ടുവരാനായിട്ടും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കും, നോക്കട്ടെ. ഓക്കെ. അടുത്ത ഈ ആഴ്ചയിൽ പുതുതായിട്ട് വോക്കൽ ക്ലബ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത ആരൊക്കെയുണ്ട്? അവരൊന്ന് പരിചയപ്പെടുത്താമോ പ്ലീസ്? ഹായ്, ഹലോ, എൻ്റെ പേര് അംബിക. തിരുവ. എവിടെന്നാ? സ്ഥലം എവിടെയാ? പാലക്കാട് തിരുവേഗപ്പുറ. പട്ടാമ്പി കൊപ്പം തിരുവേഗപ്പുറ. ഓക്കെ, ഗുഡ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ജോയിൻ ചെയ്തതിനും സംസാരിച്ചതിനും താങ്ക് യു. താങ്ക് യു സർ. വേറെ ആരുണ്ട് ആദ്യമായിട്ട് വോക്കൽ ക്ലബിൽ? എന്റെ പേര് കോബിനി. എന്റെ പേര് കോബിനി. ഓബിനി, ഓർക്കുന്നുണ്ട് പേര്. കുറ്റിപ്പുറത്ത് നിന്നാണ്. അതെ, ഓക്കെ. ഓക്കെ, ഹലോ, പറയൂ. ഹലോ, എന്റെ പേര് ശ്യാം. ഓക്കെ, നമസ്കാരം. പറയൂ, കേൾക്കുന്നുണ്ട്. ഞാൻ അനിൽ, കുന്നംകുളത്തു നിന്നാണ്. ഓക്കെ, സോഷ്യൽ വർക്കറാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ വോക്കൽ കെയറിലേക്ക് സ്വാഗതം. ജോയിൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. എല്ലാ ആഴ്ചയും ജോയിൻ ചെയ്ത് കണക്റ്റഡ് ആയിരിക്കുക. ട്രെയിനിങ് കൃത്യമായിട്ട് നിങ്ങളുടെ പാട്ടിലും ശബ്ദത്തിലും കൊണ്ടുവരിക. ഓക്കെ, ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ സർ, നമസ്കാരം. ഹലോ, എന്റെ പേര് കോബിനി. പറയൂ. സുരേന്ദ്രൻ പി കെ ആണ് സംസാരിച്ചത്. പറയൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. ഹലോ, പറയൂ. ഹലോ, എന്റെ പേര് കോബിനി. എനിക്ക് ഇത്രയും ദിവസങ്ങൾ ഓക്കെ, ബോമിനി പറയൂ. എന്റെ പേര് ഓക്കെ, നെറ്റ്വർക്ക് കറക്റ്റ് അല്ല, അതുകൊണ്ട് ഓഡിയോ എല്ലാം വ്യക്തമായി കേൾക്കുന്നില്ല. മറ്റാരെങ്കിലും ഹലോ, സംസാരിക്കും? നമസ്കാരം സാർ. എന്റെ പേര് ശ്യാം, കോട്ടയാണ് വീട്ടിലാണുള്ളത്. ഓക്കെ. നിതിൻ എന്നൊരാൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടോ? നിതിൻ? ഹലോ, നിതിനാണോ? ഹലോ, നിതിനാണോ? അല്ല, ഞാൻ ജോൺസൺ. അതെ, എനിക്ക് നെറ്റ് അങ്ങോട്ട് ക്ലിയർ ആവുണ്ടായിരുന്നില്ല. ഓക്കെ, ഓഡിയോ ഒന്നും ക്ലിയർ ആവുണ്ടായിരുന്നില്ല. ഓക്കെ. എന്തായാലും ഈ ആഴ്ച കുറെ അധികം പേര് ജോയിൻ ചെയ്ത് വളരെ സന്തോഷം. എല്ലാരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. എന്റെ പേര് നിതിൻ. നിതിൻ പറയൂ. ചാലക്കുടിയാണ് സ്ഥലം.
എന്റെ ഹലോ എന്റെ ഓഡിയോയുടെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നമുക്ക്? സാറ് പറയുന്നത് കേൾക്കുന്നുണ്ട്. പലരും യാത്രയിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. ആരോ സുരേന്ദ്രൻ പി കെ, എനിക്ക് തോന്നുന്നു ബസ്സിലാണെന്ന് തോന്നുന്നു. ഹലോ 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 സാർ, ഞാൻ യാത്രയിലാണ്. അതുകൊണ്ട് എനിക്കൊന്നും ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. കേട്ടിരുന്നാ മതി. ശരി, ഓക്കെ സാർ. ഹലോ സംസാരിക്കുന്നത് ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ ഞാൻ ജോൺസൺ, ഓക്കെ, ജോൺസൺ എവിടെന്നാ? കറുകച്ചാല്, കോട്ടയം. പാട്ട് പാടുന്ന ആളാണോ? ഇല്ല, ഓ അല്ല, താല്പര്യമുണ്ട്. ഹലോ ഓക്കെ. ഹലോ ഇനി നമുക്ക് ഈ ആഴ്ച ആരാ? ഹലോ, പറഞ്ഞോളൂ. അനിൽ തോമസ്. ഞാൻ അങ്കമാലി മുക്കുനൂർ. ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാണല്ലേ നമ്മുടെ ക്ലാസ്? ആദ്യമായിട്ടാണ്. ശരി, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ലെസണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, സംശയമുണ്ടോ, എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാമോ? അവർക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മിനി സജീവൻ, മിനി ചോദിച്ചോളൂ. മ്യൂട്ട് ആക്കണല്ലേ? അല്ല, അതെ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. ഇപ്പോൾ ഏത് ലെസണാ ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, മറ്റു ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വോക്കൽ ലെസൺ അപ്ഡേറ്റ്സ്. സാറേ, ഈ ശ്രുതി ബോക്സിലെ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പാടണോ? ആ ശ്രുതി വരണ അനുസരിച്ച്? അതെ അതെ, അത് പാടാൻ വേണ്ടിയിട്ടാണ് തന്നത്. ആ പിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ശ്രുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏത് ലെസണിലാണ് എടുക്കുന്നത്? അല്ല, ഞാനും കഴിഞ്ഞ ആളാണ് ശ്രീദേവി. പക്ഷെ അപ്പൊ ഞാൻ ശ്രുതി ബോക്സ് എടുത്ത് ചിലപ്പോ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഞാൻ വിചാരിക്കണ എന്നുള്ള സൗണ്ട്. അപ്പൊ എന്നുള്ളതാണ് സാ എന്നുള്ളതാ പറഞ്ഞത്. അതിന് പാന്നാ കാണിക്കണത്. അപ്പൊ സാ എന്നുള്ളതാണ് പറഞ്ഞത്, പാ എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നത് നമ്മുടെ അതില് ആ ശബ്ദം കേട്ടിട്ട് ആ പിച്ചിന് അനുസരിച്ച് ആ പാടിയാൽ മതി. ശരി ശരി. ഓക്കെ, അതുപോലെ വേറൊരു ഡൗട്ട്സ്, ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ചിലർ എന്നോട് ചോദിച്ചു. നമ്മൾ ഈ സജസ്റ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അത് പിച്ചിൻ്റെ ഇതായാലും മറ്റ് ഇതായാലും വോക്കൽ കെയറിൻ്റെതല്ലാത്ത ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചിലത് പേ ചെയ്യാനായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ നീഡ് ഫോർ പേയ്മെന്റ്. അത് പേയ്മെന്റ്. ഹലോ, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മിനി സജീവൻ. പറയൂ, ചോദിക്കൂ. ഇയർ ട്രെയിനർ ഇല്ലേ, അതില് പിന്നെ ഡോറേ എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ്? വെരി സിമ്പിൾ. ഞാൻ ആദ്യം ഈ കാര്യം പറയട്ടെ. അപ്പോൾ നമ്മുടെ ഈ വോക്കൽ കെയർ ട്രെയിനിങ്ങിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതല്ലാതെ വേറെ ഒരു ആപ്ലിക്കേഷനും പേ ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പേയ്മെന്റ് ചെയ്യണം, അത് അവരുടെ അഡ്വർടൈസ്മെന്റ് വരുമായിരിക്കും. നമുക്ക് പേയ്മെന്റ് ചെയ്യാതെയുള്ള ഫെസിലിറ്റീസ് തന്നെ മോർ ദാൻ എനഫ്, ധാരാളമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഡീഷണലി പേയ്മെന്റ് ചെയ്തോ പർച്ചേസ് ചെയ്തോ വേറെ ആപ്ലിക്കേഷൻസ് വാങ്ങേണ്ടതില്ല. അപ്പോൾ മിനി സജീവന്റെ ചോദ്യത്തിലേക്ക് വരാം. ഡോ റേ മീ ഫ എന്ന് പറയുന്നത് നമ്മളെ സാരി ഗാമ പദനിസ തന്നെയാണ്. അതിന്റെ ഒരു സ്പാനിഷ് വെർഷനാണ് ഡോ റേ മീ ഫ എന്ന് പറയുന്നത്. അത് തന്നെയാണ് സാരി, അങ്ങനെയാണ് ആരോഹണം, അങ്ങനെയാ വരിക.
അതെ അതെ, ഡോറമി ഫാസ ഓ ലാറ്റിഡു എന്ന് പറയുന്നത് നമ്മുടെ ഓ അതിൻ്റെ ഇത് തന്നെയാണ്. ഭാഷ കണ്ടിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകണ്ട, അല്ലെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ തോന്നണ്ട. ആ ശബ്ദം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്, അത് ഏത് ഭാഷയിൽ എഴുതിയിരുന്നാലും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ആ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓക്കൽ കെയർ കമ്മ്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഓക്കൽ കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ മെസ്സേജ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നിങ്ങൾ പോവുക. അവിടെ 2 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഒന്ന് കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് ഇൻബോക്സ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് പോലെയാണ്. ഓക്കൽ കെയർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഈ 1 അവർ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ടാകും. അപ്പോൾ ചിലരൊക്കെ അതിനകത്ത് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സമീർ ബിൻസി, ഷാക്കീർ ചക്രബർത്തി, അംബിക, ഇവരൊക്കെ അതിനകത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ഇതൊരു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ യൂട്യൂബിൽ ലൂപ്പർ ഫോർ യൂട്യൂബ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യുക. ഒരുപക്ഷെ മറ്റൊരു ഗ്രൂപ്പ് മെമ്പേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന, പരസ്പരം സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കും അവരുടേതായ ഒരു ഗ്രൂപ്പുണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ. അപ്പോൾ അതിനകത്ത് ചിലരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പരിചയപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഷംന ഐമൻ, ഷീജാസ് ഷാനവാസ്, നിർമ്മല സി, ഷാക്കിർ ചക്രവർത്തി, ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഈ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ അതിലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. നിങ്ങൾ പാടുന്ന പാട്ടുകളുടെയൊക്കെ യൂട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അത് ഓപ്പൺ ആണ്. എല്ലാവർക്കും നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യുന്നതിനും നിങ്ങളുടെ ടാലൻറ്റ് ഷെയർ ചെയ്യുന്നതിനുമുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം. പരസ്പരം സഹായിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഒരാൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സംശയമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ ചോദിച്ച ഒരു കാര്യം, എങ്ങനെയുള്ള ടാബാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ചിലർ പാട്ട് പാടുമ്പോൾ ടാബ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലിറിക്സിൻ്റെ വീഡിയോ എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് പേഴ്സണലി ഞാൻ മെസ്സേജിന് മറുപടി കൊടുത്തത്, വരുന്ന ആഴ്ച നമുക്ക് നമ്മുടെ ഓക്കൽ ക്ലബ് മീറ്റിങ്ങിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കതെല്ലാം ഈ ഓക്കൽ ക്ലബ് മീറ്റിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ പരസ്പരം സഹായിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടെ എടുക്കുക. അപ്പോൾ അതാണ് ഓക്കൽ കെയർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആകുക. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഓക്കൽ കെയറിൽ 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫർ ഇന്നുകൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ വെൽക്കം ചെയ്യുന്നു. മറ്റ് വിവരങ്ങളും എല്ലാം നമുക്കിനി അടുത്ത ആഴ്ചത്തെ ഓക്കൽ ക്ലബ് മീറ്റിങ്ങിലുണ്ടാകും. 1 അവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വെനസ്ഡേ സൂം മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവർ ആ മീറ്റിംഗ് പ്രയോജനപ്പെടുത്തുക. 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമ്മുടെ സമയം അടുത്തു, 9:45 കഴിഞ്ഞു. നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീണ്ടും മൺഡേ മുതൽ നമ്മുടെ ഓക്കൽ കെയർ ഓഫീസ് നമ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.